വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ഇന്നൊരു സൺഡേ റിസെറ്റ് വ്ളോഗ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ കുറച്ചായിരിക്കും അങ്ങനെ വ്ളോഗിനൊക്കെ വോയിസ് ഓവർ കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോട് പിന്നെ ഓൾറെഡി 1-2 പേരൊക്കെ ഇങ്ങനെ കമൻസിലൊക്കെ പറയലുണ്ട്, ഞാനിങ്ങനെ വോയിസ് ഒന്നും കൊടുക്കാത്ത വീഡിയോസ് ചെയ്യണമല്ലോ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് വോയിസ് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ റിക്വസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നത്തെ വ്ളോഗിൽ വോയിസ് കൊടുക്കാൻ കരുതിയിട്ടേനു. അപ്പം ആദ്യം തന്നെ ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടിയും അതേപോലെ സ്കിൻ കെയർ എക്സെട്ര പരിപാടീസൊക്കെ ആയിട്ട് കുറച്ച് എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ ഭയങ്കര ലാഗായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ആദ്യത്തെ ക്ലീനിങ് പരിപാടി അങ്ങോട്ട് എന്താ പറയുക കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പരിപാടിയിലോട്ട് പോകാൻ കരുതിയിട്ടേനു. അപ്പം ഈ ഒരു റൂം വന്നിട്ട് ഓൾറെഡി ഇവിടെ 2 റൂമേ ഉള്ളൂ. റൂമിൽ നമ്മൾ കിടക്കുന്ന റൂം, അതല്ലാണ്ട് ഈ ഒരു റൂമിൽ വന്നിട്ട് ഇൻ്റെ ടാബിള് അതേപോലെ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് കംപ്ലീറ്റ് ഈ ഒരു റൂമിലാണ്. അപ്പോൾ ഈ ഒരു ടാബിൾ വന്നിട്ട് എപ്പോഴും ഭയങ്കര മെസ്സേജ് ആയിട്ടുണ്ടാവും. ഒന്നാമത് എൻ്റെ മോൻ്റെ എന്താ പറയുക കയറി മറിയലും അങ്ങനത്തെ ഓരോന്നുണ്ടാവും. എപ്പോഴും ഈ ഒരു ടേബിൾ മെസ്സ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ തുടക്കം ഇവിടെ നിന്ന് തുടങ്ങാം, എന്നിട്ട് പിന്നെ കിച്ചണും ബാക്കി കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ കരുതിയിട്ടേനു. അങ്ങനെ ഞാനിതാ എൻ്റെ ടേബിളിൽ ആദ്യത്തെ അതായത് കുറച്ച് മുന്നത്തെ വീഡിയോ കണ്ടില്ലേനു, ഭയങ്കര മെസ്സേജ് ചെയ്യുന്നുണ്ടേന്. അപ്പോൾ ഞാൻ എല്ലാതും കംപ്ലീറ്റ് എടുത്തിട്ട് പിന്നെ എൻ്റെ ടേബിളിൽ ഞാൻ ഓൾറെഡി ആദ്യം വാൾപേപ്പർ ഒട്ടിച്ചതേനു. അപ്പം അതൊക്കെ ഞാൻ എന്തൊക്കെയോ ആയപ്പോൾ കുറച്ച് കീറിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വൈറ്റ് ബോർഡ് വെച്ചിട്ടാണ് പിന്നെ ഈ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഒരു സെൻറ്റഡ് ക്യാൻഡിലാട്ടോ. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് എന്താ പറയുക ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞപ്പം ജസ്റ്റ് അതൊന്ന് കത്തിച്ച് ഒരു എന്താ പറയുക ഒരു മനോഹാരിതയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്യാൻഡിൽ കത്തിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കെന്തോ കാരണം ഈ മെസ്സിയിൽ നിന്ന് പെട്ടെന്ന് ഒരു ക്ലീനിലോട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് വാങ്ങിച്ച് അതിലേക്ക് ആക്കത്. പിന്നെ എനിക്കങ്ങനെ വാങ്ങാൻ പോകാനും പറ്റിയിട്ടില്ല. അങ്ങനെ അത് കംപ്ലീറ്റ് ഞാൻ ടേബിൾമേൽ തന്നെ സെറ്റ് ചെയ്യലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ എൻ്റെ ആ ഒരു റൂം ക്ലീനിങ് കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആളോട് ഫുഡ് കഴിക്കാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലാക്കുന്നത് ഓക്കെ ഇതിൻ്റെ വീഡിയോ എടുക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ രാവിലെ അങ്ങനെ നാസ്ത ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ഇക്കകം രാവിലെ തന്നെ നാസ്ത വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ക്ലീനിങ് പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റായി എന്നുള്ളൂ. കണ്ടോ പൊറോട്ടയും പിന്നെ എന്തേലും ബീഫ് കറിയും പിന്നെ വേറെ എന്തോരു കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ നാസ്ത കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അപ്പം ഇവിടെ ഈ ഒരു കിച്ചൺ വന്നിട്ട് തീരെ സ്പേസ് ഇല്ലാത്തൊരു കിച്ചൺ ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എപ്പം പണിയെടുക്കുമ്പോഴും ഞാൻ ഈ ഒരു വിൻഡോ എപ്പോഴും ഓപ്പൺ ചെയ്തിടലുണ്ട് കേട്ടോ. കാരണം എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടുന്ന പോലൊക്കെ തോന്നും. അപ്പോൾ ഈ ഒരു വിൻഡോ ഓപ്പൺ ആക്കിയിടുമ്പം എനിക്കെന്തോ കുറച്ചും കൂടി ഒരു ഫീൽ ഫ്രീ ഒരു മോഡിലോട്ട് എത്തിട്ടോ. അതുകൊണ്ട് ഞാൻ അധികവും ഈ ഒരു വിൻഡോ എപ്പോഴും ഓപ്പൺ ആക്കിയിടാൻ നോക്കലുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ സാധാരണ രാത്രിക്കുള്ളത് രാത്രി തന്നെ കേൾക്കലുണ്ട്. പക്ഷേ ഇന്നലെ എന്ത് ചെയ്യണം ഇന്നലെ പുറത്തു പോകലും അങ്ങനെ എന്തൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ എക്സ്ട്രാ കേൾക്കാനുണ്ടായിരുന്നു. അതായത് ഈ പാനും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാനുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഞാനിപ്പം ഫുഡ് ചെയ്യുന്ന. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊക്കെ വേഗമായിട്ട് കഴിഞ്ഞിട്ട് എന്താ പറയുക അടുത്ത പടിയിലോട്ട് നീങ്ങുക. അതായത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സ്കിൻ കെയറും അതേപോലെ എൻ്റെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം മുടിയൊന്നും തീരെ ഇല്ലാണ്ടായി പോയിക്ക്. അപ്പം ജസ്റ്റ് ഹെയർ കെയറും ഒക്കെ ചെയ്യണം എന്നൊക്കെ കരുതിയിട്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടോ. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ ഡ്യൂറേഷൻ നോക്കിയപ്പോൾ എത്ര 30 മിനിറ്റ്സോ അങ്ങനെ എത്രയോ ഭയങ്കര ഡ്യൂറേഷൻ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇത് സെക്കൻഡ് പാർട്ടിലോട്ട് ചെയ്യുക സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളെല്ലാവരും സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇൻഷാല്ലാ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഇന്ന് ഒരു ഈവനിങ് ടൈം ആകുമ്പോഴത്തേന് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അതായത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നാളെ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ ഇൻഷാല്ലാ.
അങ്ങനെ ഞാനിതാ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ ഈ സിങ്കിൻ്റെ ഏരിയ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ലിക്വിഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു ചെറിയൊരു ഫ്ലവർ വൈസ് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത് എനിക്കിതിൻ്റെ ഇടയിൽ അങ്ങനെ ഷെൽഫും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഇവിടെ ഇങ്ങനെ ഒരു ക്ലോത്ത് വിരിച്ചിട്ട് അതിലിങ്ങനെ കേക്കിയിട്ട് വെക്കലാണ് കേട്ടോ. അതാകുമ്പം അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ ഷെൽഫിലോട്ട് എടുത്ത് വെക്കലാണ്. എനിക്കിതിൻ്റെ അടിയിൽ ഷെൽഫില്ലാത്തതുകൊണ്ട് കുറച്ച് സൈഡിലായിട്ടാണ് ഷെൽഫും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം കംപ്ലീറ്റ് വെള്ളം പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിലോട്ട് എടുത്ത് വെക്കലാണ് കേട്ടോ. അങ്ങനെ കിച്ചണിൽ ഏറെക്കുറെ അതായത് ഈ ഒരു ഏരിയ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഒന്നാമത് നമ്മൾ ഇവിടേക്ക് കയറിയിട്ട് അങ്ങനെ കുറച്ചായിട്ടുള്ളൂ. അങ്ങനെ കൂടുതലായിട്ട് എനിക്ക് പണിയും കാര്യങ്ങളൊന്നുമില്ല, അത് വേറെ കാര്യം. എങ്കിലും അതൊന്ന് ക്ലീൻ ചെയ്യുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് സൈഡ് വന്നിട്ട് ഈ ഒരു സ്റ്റൗവിൻ്റെ ഒരു ഏരിയ കേട്ടോ. ഇവിടെ എപ്പോഴും എങ്ങനെ ആയാലും അതായത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതും അതും ഇതൊക്കെ ആയിട്ട് എങ്ങനെ ആയാലും ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ടാവും. എനിക്ക് ബാക്കി ഏരിയയിലൊന്നും അങ്ങനെ ഉണ്ട് ക്ലീൻ ചെയ്യാനുണ്ടാവില്ല. പക്ഷേ ഈ ഒരു ഏരിയയിൽ എനിക്ക് അത്യാവശ്യം നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ടാവില്ലുണ്ട് കേട്ടോ. ഒന്നാമത് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം എങ്ങനെയായാലും അതിൻ്റെ അടിയിലായിട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്തെങ്കിലുമൊക്കെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അല്ലാണ്ട് എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് ബാക്കിയുള്ള ഏരിയയിലൊന്നും അങ്ങനെ പണിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാനിവിടെയൊക്കെ ഒന്ന് നൈസായിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടേബിളിൽ ഞാൻ ഓൾറെഡി ആ ഒരു സ്പൂണിൻ്റെ സ്റ്റാൻഡ് വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അതായത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവുന്നതൊക്കെ അതിൻ്റെ അടിയിൽ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കട്ടിംഗ് ബോർഡൊക്കെ ഒന്ന് ഇവിടെ വെച്ച് പിന്നെ ഒരു ചെറിയ ഡെക്കറേഷൻ എന്നൊന്നും പറയാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫ്ലവർ വേസും പിന്നെ ഒരു കാൻഡിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു ഏരിയ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ട് ഇവിടെ ഒന്നും ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കൽ അതായത് ക്ലീൻ ചെയ്യാൻ ഉണ്ടാവില്ല. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് അധികവും ഫുഡ് കഴിക്കൽ. അപ്പം ഫുഡ് കഴിക്കും അപ്പം തന്നെ അതവിടെ ക്ലീൻ ചെയ്യും, അത്രേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഏരിയയിൽ ഞാൻ ചിലപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് അതായത് നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യൽ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ ഒരു സൈഡിൽ തന്നെയാണ് കേട്ടോ അതൊക്കെ കട്ട് ചെയ്യാൻ നിൽക്കൽ. കാരണം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫുള്ളാണ് ക്ലീൻ ആക്കിയാൽ മതിയല്ലോ, എല്ലാ ഭാഗത്തിരുന്ന് ക്ലീൻ ആക്കണേലും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഇവിടെ ഞാനൊരു ക്യാൻഡിൽ എത്തിച്ച് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഇവിടെ എത്തിയതിനു ശേഷമാണ് എനിക്ക് ഇത്ര ഞാൻ ഭയങ്കര ക്യാൻഡിൽ ലവറായത്. മറ്റേത് ഞാൻ ഇത്രയും എന്താ പറയുക ക്യാൻഡിൽ ലവറൊന്നും അല്ലേനു കേട്ടോ. ഈ സെൻട്രൽ ക്യാൻഡിൽസ് ഇങ്ങനെ എന്താ പറയുക കത്തിച്ച് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഭയങ്കര ലവറാണ്. അങ്ങനെ ഈ ഒരു സ്റ്റൗവിൻ്റെ അടിയിലാണ് ഞാൻ പാത്രങ്ങളൊക്കെ വെക്കൽ. അപ്പം എന്താ പറയുക അവിടെ എനിക്ക് കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മളെങ്ങനെയായാലും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണല്ലോ, അപ്പോൾ അവിടെ എങ്ങനെയായാലും ഒരു ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ ആ വിൻഡോ ഓപ്പൺ ആക്കി ഇടുന്നതുകൊണ്ട് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഇങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നലുണ്ട്. കാരണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പൊടിൻ്റെ ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് കിച്ചൺ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. പിന്നല്ലേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നില്ലെങ്കിൽ ഈവനിങ്ങോ അല്ലെങ്കിൽ നാളെ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാം കേട്ടോ. അതായത് അതിലങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് സ്കിൻ കെയറും ഹെയർ കെയറും അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു ചെറിയൊരു വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.